എന്നറിഞ്ഞത് മുതൽ വലിയ ആവേശത്തിലാണ് മലബാറിലെ ഫുട്ബോൾ പ്രേമികൾ, പ്രത്യേകിച്ച് കുട്ടിക്കളിക്കാർ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മെസ്സി കേരളത്തിൽ എത്തുന്നു പറയുന്നു, എന്താ പറയാനുള്ളത്? ഇപ്പം മെസ്സി ഇവിടെ വരുന്നു, അതാണ്. മെസ്സിയുടെ വലിയ ഫാനാണോ? മെസ്സിന് വലിയ ഫാനാ. കാണാൻ വേണ്ടി പോവാ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്? കാണാൻ പോകും. കൂട്ടുകാരൊക്കെ ഒന്നിച്ചാണോ പോകുന്നത്, അല്ലെ വീട്ടിൽ നിന്ന്? എങ്ങനെ പോകും? കൂട്ടുകാർ ഒന്നിച്ച്. വീട്ടിൽ നിന്നെല്ലാം വിടുവോ? ചേട്ടാ, മെസ്സി വരുന്നു, എന്ത് തോന്നുന്നു? മെസ്സി വരുന്ന കാര്യത്തിൽ എനിക്ക് വളരെ അങ്ങേയറ്റം ഇതുണ്ട്. നമ്മളെ ഈ കേരളത്തിലെ അവസ്ഥകൾ നോക്കുമ്പോൾ നമ്മൾ സർക്കാരടുത്തൊന്നുമില്ല, എന്നാലും 130 കോടി രൂപയാണ് അതിനത്. പിന്നെ നമ്മൾ ജനങ്ങൾ ഭാവി നന്നാവും. മെസ്സി വന്നു കഴിഞ്ഞാൽ എല്ലാ ഇതും കൂടിയിട്ട് രസമാവും. ഞാൻ ബ്രസീലിൻ്റെ ആളാണ്. നെയ്മർ ബോളൊക്കെ എടുക്കും, അതേമാതിരി ഞാൻ കളിക്കലുണ്ട്. എപ്പോഴും കളിക്കൽ കാലിന് വയ്യ. അപ്പോൾ മെസ്സി വരുന്നെങ്കിൽ സന്തോഷമുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ വളർന്നു വരണം, അതാണ് വേണ്ടത്. ഭാവിയിലൊക്കെ വളർന്നു വരണം. ആരും അനാവശ്യമായിട്ടൊന്നിനും പോകാനും സ്പോർട്സിൽ വളർന്നു വരണം, അതാണ് നമ്മൾ ഏറ്റവും വലിയ സന്തോഷം. ബ്രസീൽ ഫാൻ ആയതുകൊണ്ട് മെസ്സിനെ കാണാൻ പോലെ അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. പ്ലെയർ എല്ലാവരും കാണാമല്ലോ. നമ്മൾ ഈ പ്ലെയറെ കാണണം, ആ പ്ലെയർ കാണണം. ഏത് പ്ലെയറായി നമ്മൾ നല്ല അഭിപ്രായം പറയണം. മക്കൾ തല്ലുണ്ടാക്കരുത്, കച്ചറ ഉണ്ടാക്കരുത്, നന്നായിട്ട് കളിക്കണം. അതാണ് നമ്മൾ ഏറ്റവും പഠിക്കുന്നത്. ഞാനും കളിക്കാനാണ്, വേറെ നമ്മൾ തെറ്റായിട്ടൊന്നുമില്ല. നമ്മൾ വരണം എന്നുള്ളതാണ്. വരില്ലേ? എന്നാൽ അത് കേട്ടാൽ മതി. നമുക്ക് വന്നാൽ നമുക്കൊന്ന് പോയി കാണാമല്ലോ. നമ്മൾ മെസ്സി വന്നിക്കണ്, നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം ദൈവം ഉണ്ടാക്കട്ടെ. നമുക്കൊരു മെസ്സി ഫാനിനോട് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ മെസ്സിനെ കാണാൻ വേണ്ടി പോവോ? പോവും, എന്തായാലും പോവും. കാണാൻ ആഗ്രഹമുണ്ട്, എന്തായാലും പോവും. ആദ്യം മെസ്സി വരുന്നു പറഞ്ഞിട്ട് പിന്നെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വിഷമം തോന്നിയോ? പിന്നെ വിഷമം തോന്നില്ല. നമ്മളെ പ്ലെയർ വരുന്നില്ല, ആദ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞ് പിന്നെ നമ്മളെ പറ്റിക്കുന്ന കാര്യമായി. പിന്നെ ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇനി എന്താ അറിയില്ല, വരാണെങ്കിൽ കാണാൻ പോകും. എന്തായാലും നവംബറിൽ വരുന്ന പറയുന്നത്. നവംബർ എന്തായാലും കാണാൻ പോകും. തിരുവനന്തപുരത്താണ്. എന്തായാലും പോകും, എന്തായാലും പോകും. അപ്പോൾ ഫാൻസ് എല്ലാവരും എന്തായാലും തിരുവനന്തപുരത്ത് മെസ്സിയെ കാണാൻ പോകുന്നു തന്നെയാണ് പറയുന്നത്. നമുക്ക് ഇവിടെ കുറച്ച് ചേട്ടന്മാരോടുണ്ട്, അവരോട് കൂടി ചോദിക്കാം. ചേട്ടാ, മെസ്സി ഫാനാണോ? മെസ്സി ഫാനല്ല, പക്ഷേ എന്താ പറയുക, മെസ്സി വരുന്നതിൽ സന്തോഷമുണ്ട്. നമുക്കിപ്പോൾ കാണുന്ന മാതിരി തന്നെ ടി വിയിൽ തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നാലും കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടിപ്പോൾ മെസ്സി വരുന്നതുകൊണ്ട് അതുമാതിരി വലിയ ഗുണവുമില്ല. എന്നുവെച്ചാൽ ഇവിടെ ആകെപ്പോൾ ഏതാ സ്റ്റേഡിയങ്ങളും ഇല്ല, നല്ല സ്റ്റേഡിയങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിന് നല്ലൊരു ഗ്രൗണ്ടെങ്കിൽ 1-2 ഗ്രൗണ്ടൊക്കെ ഒരു സ്റ്റാൻഡേർഡിൽ ഉണ്ടാക്കുക, അതൊക്കെ തന്നെ എൻ്റെ അഭിപ്രായം. കുറച്ചുകൂടി സ്റ്റാൻഡേർഡിലെ ഗ്രൗണ്ടുകൾ കേരളത്തിൽ വരണമെന്ന് അത്രയാണ്. ഇപ്പോൾ ഗ്രൗണ്ടുകളില്ല. ഇപ്പോൾ പഞ്ചായത്തുകളിലായാലും, ഇപ്പോൾ ഞാൻ വയനാട് മുട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്നൊരു ഗ്രൗണ്ടുകളോ അങ്ങനെ ഉൾഗ്രാമങ്ങളിലും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും ഒരു ഗ്രൗണ്ടുകളും സംവിധാനങ്ങളൊന്നുമില്ല. പിന്നെ കുറേ മെസ്സി വന്നിട്ട് ഇപ്പോൾ എന്താ കാര്യം ഉണ്ടാകുക, ഫുട്ബോളിന് വലിയ ഒരു കാര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ഫാൻസിന് കാണാം, അത്രയുള്ള ഒരു കാര്യമുള്ളൂ, അല്ലാണ്ട് വേറെ മെച്ചങ്ങളൊന്നുമില്ല. ചേട്ടാ, നവംബറിൽ മെസ്സി കേരളത്തിലെത്തും, എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. മെസ്സിയെ പോലെ ക്രിസ്ത്യാനോയെ പോലെയുള്ള പ്രഗത്ഭ താരങ്ങളെ നമുക്ക് അടുത്ത് കാണാനും അവരുടെ കളി ലൈവായിട്ടൊന്ന് അവരുടെ നേരിട്ട് കാണാമെന്നുള്ള വളരെ വളരെ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പറഞ്ഞതുപോലെ മെസ്സി വരുന്നതിൻ്റെ കൂടെ മെസ്സിയുടെ ഒരു കോർ ടീം നമ്മുടെ ഇന്ത്യയിലോട്ട് വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു മികച്ച ഒരു കോച്ചസിൻ്റെ ഒരു ഗൈഡൻസ് കാര്യങ്ങൾ അതും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്ത് അടുത്ത ഡെവലപ്മെൻറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ നമ്മളെ കുട്ടികൾക്ക് നമ്മളേലും ഇതുപോലെയുള്ള മെസ്സികളെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു വിഷൻ അതിന് വേണ്ടിയിട്ട് എല്ലാ അറ്റ്ലീസ്റ്റ് മേജർ സിറ്റീസ് കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളമൊക്കെ മെയിൻ സ്റ്റേഡിയങ്ങൾ ഫിഫ സ്റ്റാൻഡേർഡ്സിലുള്ള സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് 3-4 സ്റ്റേഡിയങ്ങൾ അഡീഷണൽ വേണം. ഒരു മേജർ ടൂർണമെൻറ്റൊക്കെ വരണമെങ്കിൽ ഹോം എവേ മാച്ചസ് കളിക്കണമെങ്കിലൊക്കെ ഒത്തിരി ടീംസിന് അത് ആകും. ഇവിടെ തന്നെ നോക്കി നോക്കൂ, ആയിരക്കണക്കിന് ആളുകളാണ് ബീച്ചിൽ ഇവിടെ വന്നിട്ട് രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവർക്കൊരു പ്രോപ്പർ ഗ്രൗണ്ടില്ല, ചെറിയ ചെറിയ ടർഫുകളിലും ഇതിലൊക്കെ ആയി ഒതുങ്ങി പോവുകയാണ്. നമ്മുടെ വിഷൻ വലുതായിരിക്കണം. നമുക്ക് അതിന് വേണ്ടിയുള്ള ഒരു മിഷൻ നമ്മൾ ഉണ്ടാക്കണം. അതിന് എത്ര വർഷത്തേക്കാണെങ്കിലും അതിന് വിദേശ കോച്ചുകളെ കൊണ്ടുവന്ന് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കുട്ടികൾക്ക് ഏതായാലും ഫുട്ബോൾ, ക്രിക്കറ്റ് ഇതെന്നല്ല എല്ലാ സ്പോർട്സിനും നമ്മൾ അതിൻ്റെ പ്രാതിനിധ്യം കൊടുക്കുക. പിന്നെ അതുപോലെയുള്ള കായിക അധ്യാപകരെ നിയമനം സ്കൂൾ തലങ്ങളിൽ വേണം കുട്ടികളെ വളർത്തിയെടുക്കാൻ. ഇപ്പോൾ കായിക അധ്യാപകരെ എവിടെയും നിയമിക്കുന്നില്ല, എല്ലാം കരാർ അടിസ്ഥാനത്തിൽ. അവർക്കൊരു ജോലിയില്ല, അവരുടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ ഇതിലേക്ക് വരുന്നവരുടെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഒരുപാട് കളിക്കാൻ വേണ്ടിയിട്ട് പാരൻസൊക്കെ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന സമയം. ഇതിൽ ഗവൺമെൻറ്റിൻ്റെയും ബാക്കിയുള്ള സംഘടനകളുടെയും കോർപ്പറേറ്റ് ഇതിനൊക്കെ കോർപ്പറേറ്റ്
ഫണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി പ്ലാൻ ചെയ്യാം. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് അതിനൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. മെസ്സി വരുന്നത് കൊണ്ട് മാത്രം ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. മെസ്സി വന്നതിന് ശേഷം ഇവിടെ എന്ത് മാറ്റം ഉണ്ടായി, അതായിരിക്കണം ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത്ര ഇപ്പോൾ എതിർ ടീമിനൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എതിർ ടീം വരണം അങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ? ഏത് ടീം വരണമെന്നല്ല, നമ്മൾ ഒരു ഇതിൽ കൊടുക്കുമ്പോൾ ഇന്ത്യൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നമ്മളവിടെ പ്രകടിപ്പിക്കാൻ കഴിയണം. അത് നമുക്ക് വിദേശത്ത് കളിക്കുന്ന നമ്മുടെ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ നമുക്ക് വേണമെങ്കിൽ ഏകോപിപ്പിക്കാൻ പറ്റും. മറ്റ് പല ഖത്തർ ലീഗിലും മറ്റൊക്കെ കളിക്കുന്ന ഒരുപാട് ഇന്ത്യൻ താരങ്ങളുണ്ട്. അതുപോലെ വിദേശങ്ങളിൽ കളിക്കുന്ന നമുക്ക് അറിയപ്പെടാത്തതുമായ താരങ്ങൾ, അവരൊക്കെ നമുക്ക് ഏകോപിപ്പിച്ച് നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഡെവലപ്മെൻറ്റ്സിനൊക്കെ ഒരുപാട് തലങ്ങളിലേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഇനീഷ്യേറ്റ് എടുക്കുകയാണെങ്കിൽ. അതിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ കുറച്ച് ഫുട്ബോൾ പ്രേമികളായ ചേട്ടന്മാർ ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരോട് കൂടി ചോദിക്കാം. ചേട്ടാ, മെസ്സിനെ കാണാൻ വേണ്ടി പോവോ തിരുവനന്തപുരത്തേക്ക്? തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന് വെച്ചാൽ തീർച്ചയായും പോകും. മെസ്സി കേരളത്തിൽ വരുന്നത് വളരെയധികം അഭിമാനമാണ്. ആ അർജൻറ്റീന ടീം വരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്ത്യാനോ മോശമായിട്ട് പറയല്ല, അർജൻറ്റീന ടീം കേരളത്തിൽ വരുന്നത് വളരെയധികം അഭിമാനപരമായിട്ടുള്ള കാര്യമാണ്. അത് മന്ത്രിക്ക് ഇപ്പോൾ ഭയങ്കര ഒരു നേട്ടം കൂടി കിട്ടി. മന്ത്രി ആകെ വിഷമിച്ചിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഒരു നേട്ടം കൂടി കിട്ടി. അത് ഭയങ്കരമായൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് പോയി മെസ്സിനെ കാണും, കളി കാണും. ഇടയ്ക്ക് മെസ്സി വരുമെന്ന് പറഞ്ഞു, പിന്നെ വരില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഭയങ്കര വിഷമം തോന്നിയോ? വിഷമം തോന്നുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു ഇതായിരുന്നു മെസ്സി വരുന്നെന്നുള്ളത്. പിന്നെ അത് കേട്ടപ്പോൾ കുറച്ച് സങ്കടങ്ങളൊക്കെ തോന്നി. പിന്നെ അത് ക്ലിയറായി വന്നു നിന്നപ്പോൾ വളരെ സന്തോഷമായി. എന്നാലും ഇനി പോകുക തന്നെ തിരുവനന്തപുരത്തേക്ക് അവനെ കാണാൻ, മെസ്സിനെ കാണാൻ. എതിർ ടീമിനെ പ്രഖ്യാപിച്ചിട്ടില്ല നിലവിൽ. അപ്പം അങ്ങനെ വല്ല ആഗ്രഹങ്ങളുണ്ടായി? ആരായിരിക്കണം എതിർ ടീം? അങ്ങനെ വല്ല അങ്ങനൊന്നുമില്ല. നമുക്ക് മെസ്സിനെ കാണാമെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും നല്ല ഇത്. നമ്മളെല്ലാവരും ആഗ്രഹവും മെസ്സി വരണം എന്നുള്ളതും കാണാനെന്നുള്ള ഒരു ആഗ്രഹമാണ്. പിന്നെ നമ്മളിവിടുത്തെ ടീമിൻ്റെ ആയിട്ട് ഉള്ള കോണ്ടാക്റ്റും ഇതൊക്കെ ഒന്ന് ഉഷാറാവും. നമ്മളിവിടുത്തെ ഇന്ത്യൻ ടീമും കേരള ടീമും ഒക്കെ ഒന്ന് ഉഷാറാവും. അതിനുള്ള ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചേട്ടാ, മെസ്സി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ ഒരു ഉഷാറാവുമോ? നമ്മൾ ഫുട്ബോൾ നേരിട്ട് കണ്ട ആളാണ്. ഖത്തർ വേൾഡ് കപ്പ് പോയി കണ്ടതാണ്. സൗദിയും ഇവരുള്ള അർജൻറ്റീനയിലെ കളി കണ്ടതാണ്. എന്തായാലും കേരളത്തിലെത്തുന്ന പറയുമ്പോൾ കൂടുതൽ സന്തോഷമായിരിക്കും. ഏറ്റവും കൂടുതൽ ആരാധനയുള്ള ഒരു സ്ഥലമാണല്ലോ കേരളം എന്ന് പറഞ്ഞാൽ മെസ്സിൻ്റെ. അപ്പോൾ എന്തായാലും പോവും. എന്താണ് പോകണം. മെസ്സിയെ കാണാനുള്ള കാത്തിരിപ്പിലാണ് മലബാറിലെ ഫുട്ബോൾ പ്രേമികൾ. അത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വലിയ പ്രചോദനമാകുമെന്നാണ് ഇവർ പറയുന്നത്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.